ആൽബിൻസ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിന്റെ ആദ്യ എപ്പിസോഡിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന ആദ്യ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത്. ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ അതിന്റെ കൂടുതൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. തീർച്ചയായും ആദ്യ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണുക. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡിൽ 7 പ്രോബ്ലം ആണ് നമ്മൾ ചെയ്തത്. നെക്സ്റ്റ് 8ാമത്തെ പ്രോബ്ലം എഴുതിക്കോളൂ. An edge of a variable cube is increasing at the rate of 3 cm per second. How fast is the volume of the cube is increasing when the edge of the cube is 10 cm long? കഴിഞ്ഞ എപ്പിസോഡിൽ സർക്കിളും സ്ഫിയറുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ചെയ്തത്. അപ്പോൾ അതിന്റെ ഏരിയ ഒപ്പം വോളിയം പിന്നെ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സർക്കിളിന്റെ ഏരിയ πr², സർക്കിളിന്റെ സർക്കംഫറൻസ് 2πr, അതുപോലെ സ്ഫിയറിന്റെ വോളിയം 4/3πr³, സ്ഫിയറിന്റെ സർഫസ് ഏരിയ 4πr². ഈ ബേസിക് ഫോർമുലാസ് ഉപയോഗിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പ്രോബ്ലംസ് ചെയ്തത്. ഇന്ന് ഇവിടുത്തെ സോളിഡ് എന്താണ്? ക്യൂബ്. അപ്പൊ ക്യൂബുമായി ബന്ധപ്പെട്ട ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. ക്യൂബിന്റെ ഒരു എഡ്ജ് എക്സ് ആണെങ്കിൽ അതിന്റെ വോളിയം കാണുന്ന ഫോർമുല എന്താണ്? എക്സ് ക്യൂബ്. ശരിയല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്യൂബിന്റെ ഒരു എഡ്ജ് എക്സ് ആണെങ്കിൽ അതിന്റെ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ കാണുന്ന ഫോർമുല 6x². അല്ലെ? ഒരു ക്യൂബിന് 6 ഫേസസ് ഉണ്ട്. ഓരോ ഫേസിന്റെ ഏരിയ എന്താണ്? x². അതിലേക്കൊന്നും പോകുന്നില്ല. സോ ക്യൂബിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? 6x². ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ ഈ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ആൻ എഡ്ജ് ഓഫ് എ വേരിയബിൾ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 3 cm per second. ഒരു ക്യൂബിന്റെ എഡ്ജ് ഓരോ സെക്കൻഡിലും 3 cm വെച്ച് ഇൻക്രീസ് ചെയ്യുന്നു എങ്കിൽ അതിന്റെ വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ച് എന്താണ്? വെൻ ദ എഡ്ജ് ഓഫ് ദ ക്യൂബ് ഈസ് 10 cm long. ഇവിടെ എഡ്ജ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നു. അത് എന്തെന്ന് എടുക്കുന്നു? എക്സ് എന്ന്. സോ ലെറ്റ് എക്സ് ബി ദ എഡ്ജ് ഓഫ് ദ ക്യൂബ് ആൻഡ് വി ഈസ് ദ വോളിയം ഓഫ് ദ ക്യൂബ് അറ്റ് ടൈം ടി എന്ന് അസ്യൂം ചെയ്യുന്നു. ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്? ഓരോ സെക്കൻഡിലും എഡ്ജ് 3 cm വെച്ച് ഇൻക്രീസ് ചെയ്യുന്നു. എഡ്ജ് എന്ന് പറഞ്ഞാൽ എക്സിലുണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം, that is dx/dt is equal to എത്രയും തന്നിട്ടുണ്ട്? 3 cm per second. ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന ചേഞ്ച് അല്ലേ തന്നിരിക്കണേ? That means ഇവിടെ എന്താണ്? dx/dt equal to 3 cm per second. We have to find rate of change of its volume. So what is the volume of the cube? V equal to എന്താണ് ഫോർമുല? ഇപ്പൊ പറഞ്ഞു, x cube. എഡ്ജ് x ആണെങ്കിൽ വോളിയം കാണുന്ന ഫോർമുല ക്യൂബിന്റെ x cube. We have to find എന്താണ്? dv/dt. For that, differentiating with respect to t. Differentiating with respect to t. dv/dt. v യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t എന്ത് കിട്ടും? dv/dt ഈക്വൽ ടു x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x². നിങ്ങൾക്കറിയാം. ഇൻറ്റു മറന്നു പോകരുത്, x ആണ് വിത്ത് റെസ്പെക്ട് ടു t ആണ് ചെയ്യേണ്ടത്. ഇൻറ്റു എന്ന് കൊടുക്കണം? dx/dt. ബേസിക് ഡിഫറൻസിയേഷൻ. ആൻസർ ആയി ഈക്വൽ ടു 3 × x². x എന്തായിരുന്നു? when the edge is 10 cm long. x എന്താണ്? 10 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ x² 100 ഇൻറ്റു dx/dt അത് തുടക്കത്തിൽ തന്നിട്ടുണ്ട് 3. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 900 വോളിയം ആണ്. അപ്പൊ cm³ per second, which is the rate of change of volume. Question, very important question, higher secondary question. The volume of the cube is increasing at the rate of 8 cm³ per second. How fast is the surface area increasing when the length of an edge is 12 cm? ഒരു ക്യൂബിന്റെ വോളിയം ഓരോ സെക്കൻഡിലും 8 cm³ വെച്ച് ഇൻക്രീസ് ചെയ്യുന്നു എങ്കിൽ അതിന്റെ സർഫസ് ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ്? when the edge is 12 cm. Okay, again, let V be the volume, X be the edge, and capital A be the surface area of the cube at time t എന്ന് അസ്യൂം ചെയ്യുന്നു. Given എന്ന് തന്നിട്ടുണ്ട് വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച്, that is dv/dt, that is equal to 8 cm³ per second. Also edge of the length എഡ്ജിന്റെ ലെങ്ത് എന്താണ്? 12. അതായത് x 12 cm എന്ന് തന്നിട്ടുണ്ട്.
we have to find the rate of change of its surface area എന്ന് പറഞ്ഞാൽ എയിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം dA/dt ആണ് കാണേണ്ടത്. അതിനുവേണ്ടി വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ് നിങ്ങൾക്കറിയാം, കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞു. എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ കാണുന്ന ഫോർമുല 6x². ഒരു എഡ്ജ് x ആണെങ്കിൽ സർഫസ് ഏരിയ കാണുന്ന ഫോർമുല 6x². ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു t as usual, no problem. A യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t, that is dA/dt equal to 6 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. x² ന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്കറിയാം 2x into x ആണ് വിത്ത് റെസ്പെക്ട് ടു t, അതുകൊണ്ട് എന്ത് കൊടുക്കണം dx/dt equal to 12x into എന്താണ് dx/dt. ഇവിടെ dx/dt ഉണ്ടോ? ഇല്ല. പക്ഷെ x ന്റെ വാല്യൂ അറിയാം. അപ്പൊ ആദ്യം എന്ത് കാണണമായിരുന്നു? dx/dt കാണണമായിരുന്നു. അത് കണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അത്രേ ഉള്ളൂ. അതിനു വേണ്ടിയാണ് എന്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പൊ വോളിയത്തിൽ തുടങ്ങണം. വോളിയം ഓഫ് ദ ക്യൂബ് കാണുന്ന ഫോർമുല x³ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുപോലെ. നൗ ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു t. അഗൈൻ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു t എന്ത് കിട്ടും? v യുടെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു t, that is dv/dt equal to x³ ന്റെ ഡെറിവേറ്റീവ് 3x² into x with respect to t. അപ്പോൾ dx/dt മൾട്ടിപ്ലൈ ചെയ്യണം. ഡാറ്റാസ് നമുക്ക് അറിയാവുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. dv/dt എന്താണ് 8 equal to 3 into x². x എന്തായിരുന്നു? 12. ആ x 12 ആകുമ്പോഴുള്ള സർഫസ് ഏരിയയിലെ ചേഞ്ച് ആണ് കാണേണ്ടത്. അപ്പൊ x ന്റെ പ്ലേസിൽ 12 കൊടുക്കുക. 12² എന്ത് കിട്ടും? 144 into dx/dt. സംഗതി കിട്ടിയില്ലേ? സോ ഇതിങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ മതി. 8/3 into 144 ഇതിങ്ങോട്ട് ഡിവൈഡ് ചെയ്തു ഈക്വൽ ടു എന്ത് കിട്ടി? dx/dt. നമുക്ക് dx/dt അല്ലേ ആവശ്യം, ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു 6 into 2 12 into x. x എന്ന് പറഞ്ഞാൽ അഗൈൻ എന്ത് തന്നെയാണ്? 12 into dx/dt. ഇതാ ഇരിക്കുന്നു. dx/dt എന്താണ്? 8/3 into 144. 12 into 12 144 ക്യാൻസൽ ചെയ്തു. ഈക്വൽ ടു 8/3 എന്ന് കിട്ടി. എന്താണ് കിട്ടിയത്? dA/dt സർഫസ് ഏരിയയിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പൊ 8/3 എന്ത് വരെ യൂണിറ്റ്? സെന്റിമീറ്റർ സ്ക്വയർ പെർ എന്താണ്? സെക്കൻഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, ചെയ്തു പഠിക്കുക. ക്വസ്റ്റ്യൻ: the length x of a rectangle is decreasing at the rate of 5 centimeter per minute and width y is increasing at the rate of 4 centimeter per minute. When x equal to 8 centimeter, y equal to 6 centimeter, find rate of change of first one area, second one perimeter. Okay. അപ്പൊ ഇവിടെ ഒരു റെക്ടാംഗിളിന്റെ കഥയാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ പ്രോബ്ലം ക്യൂബ് ആയിരുന്നു. അപ്പൊ നമ്മളൊരു ഓർഡറിൽ വരികയാണ്. സർക്കിൾ ഡിസ്കസ് ചെയ്തു, സ്ഫിയർ ഡിസ്കസ് ചെയ്തു, ദെൻ ക്യൂബായി, ദെൻ എന്താണ് റെക്ടാംഗിളിലേക്ക് കടന്നു. ഇവിടെ എന്താണ് റെക്ടാംഗിളിന്റെ ലെങ്ത് എക്സും വിഡ്ത്ത് എന്താണ് y എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ റെക്ടാംഗിളിന്റെ ലെങ്ത് ഡിക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 5 സെന്റിമീറ്റർ പെർ മിനിറ്റ്. ഓരോ മിനിറ്റിലും 5 സെന്റിമീറ്റർ വെച്ച് ലെങ്ത് കുറഞ്ഞു വരുന്നു, ഡിക്രീസ് ചെയ്യുന്നു. That means എക്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. എക്സ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ, അതിലുണ്ടാകുന്ന ചേഞ്ച് എത്രയാണ്? 5 സെന്റിമീറ്റർ പെർ മിനിറ്റ് ആണ്. അതെന്താണ്? ഡിക്രീസ് ചെയ്യുന്നു. ഡിക്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഇൻക്രീസ് ആണെങ്കിൽ അതാണ് പോസിറ്റീവ് ആണ്, അണ്ടർസ്റ്റുഡ് ആണ്, പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. സോ അത് ഓർമ്മിക്കുക. ഡിക്രീസിംഗ് ആയതുകൊണ്ട് എന്ത് കൊടുക്കുക? -5 എന്ന് കൊടുക്കുക. സെന്റിമീറ്റർ പെർ എന്താണ്? മിനിറ്റ്. സിമിലർലി വിഡ്ത്ത് y ഈസ് increasing. അപ്പോൾ y യിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം, ദാറ്റ് ഈസ് dy/dt ഈക്വൽ ടു അതെത്രയാണ്? width y is increasing at the rate of 4 centimeter per minute. 4 centimeter per minute. അവിടെ നെഗറ്റീവ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് ഇൻക്രീസിംഗ് ആണ്, അപ്പൊ പോസിറ്റീവ് തന്നെയാണ്. ഫസ്റ്റ് പാർട്ട് we have to find rate of change of area of the rectangle. റെക്ടാംഗിളിന്റെ ഏരിയ കാണണം. ലെങ്ത് എക്സ്, വിഡ്ത്ത് എന്താണ്? y എങ്കിൽ ഏരിയ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് എക്സ് ഇൻറ്റു y നിങ്ങൾക്കറിയാം. സോ ട്രയാംഗിളിന്റെ ഏരിയ കാണുന്ന ഫോർമുല എഴുതി കഴിഞ്ഞു. We have to find എന്താണ്? dA/dt. For that differentiating with respect to t.
എന്ത് കിട്ടും? ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം dA/dt ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ. ഇവിടെ എക്സും വേരി ചെയ്യുന്നു, വൈയും വേരി ചെയ്യുന്നു, രണ്ടും വേരിയബിൾ ആണ്. വി ഹാവ് ടു അപ്ലൈ പ്രോഡക്റ്റ് റൂൾ. വെരി വെരി ഇമ്പോർട്ടന്റ്, പല കുട്ടികളും തെറ്റിക്കുന്നതാണ്. എന്താണ് പ്രോഡക്റ്റ് റൂൾ? ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, then ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇപ്പൊ dy/dt പ്ലസ് സെക്കൻഡ് ടേം അതുപോലെ, then derivative of first term x in the derivative with respect to t, that is dx/dt. simple product rule. എന്താണ്? a equal to xy. ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക with respect to t. a യുടെ ഡെറിവേറ്റീവ് with respect to t, that is dA/dt equal to x into y. x ഉം y ഉം വേരിയബിൾ ആണ്. so we have to apply product rule, product of two terms. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ, y യുടെ ഡെറിവേറ്റീവ് with respect to t, that is dy/dt plus second term y അതുപോലെ. now derivative of x with respect to t, that is dx/dt. ഡിറ്റിയിലെ ഇത് വെറുതെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറിലേക്ക് എത്താം. dA/dt ഈക്വൽ ടു എല്ലാം തന്നിട്ടുണ്ട്. x എന്താണ്? 8 ആണ്. സോ എക്സിന്റെ പ്ലേസിൽ 8 ഇൻറ്റു dy/dt ഇവിടെ എഴുതിയിട്ടുണ്ട്, എത്രയാണ്? 4 പ്ലസ് y ഇൻറ്റു y എന്താണ്? 6 ഇൻറ്റു നെക്സ്റ്റ് dx/dt എന്താണ്? dx/dt -5, തെറ്റിക്കരുത്, ഈക്വൽ ടു 32. നെക്സ്റ്റ് എന്ത് കിട്ടും? -30 ഈക്വൽ ടു 2 ഏരിയ ആണ്. അപ്പൊ ഇതൊരു സെന്റിമീറ്റർ സ്ക്വയർ. ഇപ്പൊ ഇവിടെ സെക്കൻഡിലല്ല മിനിറ്റിലായിരുന്നു. സോ വിച്ച് ഈസ് ദ ആൻസർ. ഏരിയയിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓരോ മിനിറ്റിലും 2 സെന്റിമീറ്റർ സ്ക്വയർ വെച്ച് ഏരിയ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ചെയ്യുന്നു. പറഞ്ഞ മിനിറ്റായിരുന്നു. ഇതാണ് ഫസ്റ്റ് പാർട്ട്. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട്, we have to find rate of change of perimeter of the rectangle. Perimeter ആയതുകൊണ്ട് അത് ഞാൻ p എന്ന് കൊടുക്കുന്നു. What is the perimeter of a rectangle? When the edge x and width y ആണെങ്കിൽ ഫോർമുല നിങ്ങൾക്കറിയാം, 2x plus 2y, 2l plus 2b, 2 into length plus 2 into breadth എന്ന് സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? അത് തന്നെയാണ്. സോ ഇവിടെ x ഉം y ഉം ആയതുകൊണ്ട് perimeter of the rectangle equal to 2x plus 2y. Again differentiating with respect to t. എന്ത് കിട്ടും? p യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t, dp/dt is equal to 2 into x ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t, that is dx/dt plus 2 into y യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t, that is dy/dt equal to dx/dt നിങ്ങൾക്കറിയാം -5 ും 2 എന്ത് കിട്ടും? -10 plus 2 into dy/dt, 2 into 4, that is 8 equal to എന്ത് കിട്ടി? -2. പെരിമീറ്റർ ആണ്. പെരിമീറ്ററിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ. അപ്പൊ എന്താണ്? മിനിറ്റ് എന്ന് കൊടുക്കുക. സോ പെരിമീറ്റർ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ്? -2 സെന്റിമീറ്റർ പെർ മിനിറ്റ്. ഓരോ മിനിറ്റിലും പെരിമീറ്റർ 2 സെന്റിമീറ്റർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, പിടിയിട്ടാണോ? എന്താണ് പെരിമീറ്റർ? എന്താണ്? ഡിക്രീസ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഏരിയ എന്താണ്? ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ആ ഡിഫറൻസ് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ, ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ. എ ലാഡർ 5 meter long is leaning against a wall. The bottom of the ladder is pulled along the ground away from the wall at the rate of 2 centimeter per second. How fast is the height on the wall decreasing when foot of the ladder is 4 meter away from the wall? കഥയൊക്കെ പിടികിട്ടി കാണും അല്ലെ? ഒരു വോൾ ഉണ്ട്. ആ വോളിൽ ഒരു ലാഡർ ചാരി വെച്ചിരിക്കുന്നു, ഒരു കോണി അല്ലെങ്കിൽ ഏണി ചാരി വെച്ചിരിക്കുന്നു. ആ കോണിയുടെ ലെങ്ത് എന്താണ്? 5 ആണ്, നമുക്കറിയാം. അത് ഞാനിവിടെ മാർക്ക് ചെയ്തു അല്ലെ? ഈ വോളിൽ നിന്ന് ഈ കോണിയുടെ എന്താണ് ഈ ബേസിലേക്കുള്ള ഡിസ്റ്റൻസ് x എന്ന് കൊടുത്തു. അടുത്ത ഈ ഹൈറ്റ് എന്താണ്? y എന്ന് കൊടുത്തു. അതായത് ലെറ്റ് x ബി ദ ഡിസ്റ്റൻസ് ഓഫ് ദ ബോട്ടം ഓഫ് ദ ലാഡർ ഫ്രം ദ വോൾ അല്ലെ? ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് x. y എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ഓഫ് ദ ടോപ്പ് ഓഫ് ദ ലാഡർ. ഇതാണ് ലാഡർ കേട്ടോ. ലാഡറിന്റെ ടോപ്പിൽ നിന്ന് ഗ്രൗണ്ടിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് y എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടത്തെ കഥ എന്താണ്? ഈ ഏണിയെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്ന് പുള്ളി ചെയ്യുന്നു. പുള്ളി ചെയ്യുമ്പോൾ 2 സംഗതികൾ സംഭവിക്കും. ഒന്ന്, ഇത് അങ്ങോട്ട് സ്ലിപ്പ് ആവും, അതേസമയം ഇവിടെ താഴോട്ട് സ്ലിപ്പ് ആവും. ശരിയല്ലേ? നമുക്ക് കാണേണ്ടത് ഈ താഴോട്ട് സ്ലിപ്പ് ആകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കാണേണ്ടത്. അതായത് ഈ വൈയിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് കാണണം. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് dy/dt. വൈയിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് കാണണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എക്സിൽ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതെന്താണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. dx/dt
അല്ലേ? ലൈന് ഞാൻ ഇങ്ങോട്ട് പുള്ളി ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാവത്തില്ലേ? എക്സിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. ദാറ്റ് ഈസ് dx/dt ഈക്വൽ ടു അതെത്രയാണ്? 2 cm/s എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ? ഇതിങ്ങോട്ട് പുള്ളി ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് കാണണം. അറ്റ് ദ സെയിം ടൈം ഈ ലെങ്ത് എത്രയാവും തന്നിട്ടുണ്ട്? x ഈക്വൽ ടു 4 ആകും എന്നും തന്നിട്ടുണ്ട് അല്ലെ? താഴത്തെ ലെങ്ത് എത്രയാണ്? 4 മീറ്റർ എവേ ഫ്രം ദ വോൾ എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും ഡാറ്റാസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് കാണേണ്ടത് എന്താണ്? dy/dt. കഴിഞ്ഞ പ്രോബ്ലം പോലെ വോളിയം ഇല്ല, ഏരിയ ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? നമുക്ക് എന്തറിയാം? പൈതഗോറസ് തിയറം. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. സോ ഇക്വേഷൻ കിട്ടി. x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു എന്താണ്? 5 സ്ക്വയർ ദാറ്റ് ഈസ് 25. നൗ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു t. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു t എന്ത് കിട്ടും? x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. x വിത്ത് റെസ്പെക്ട് ടു t അതുകൊണ്ട് ഇൻടു എന്ത് കൊടുക്കണം? dx/dt പ്ലസ് y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y ഇൻടു dy/dt ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് 25 കോൺസ്റ്റന്റ് ഓൺലി. സോ ഡെറിവേറ്റീവ് എന്താണ്? 0. നമുക്ക് കാണേണ്ടത് എന്താണ്? dy/dt. ബാക്കി എല്ലാം മറു സൈഡ് കൊണ്ടുപോവാ. ത്രൂ ഔട്ട് ആയിട്ട് ഒരു 2 ഡിവൈഡ് ചെയ്യാം. ബാക്കി എന്ത് കിട്ടും? y ഇൻടു dy/dt ഈക്വൽ ടു അല്ലേ? y ഇൻടു dy/dt ഈക്വൽ ടു ഇത് റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ മൈനസ് x ഇൻടു dx/dt. നമുക്ക് x ന്റെ വാല്യൂ 4 എന്നറിയാം, dx/dt അറിയാം എന്താണ്? 2 എന്നറിയാം. y യുടെ വാല്യൂ അറിയത്തില്ല. അതായത് x 4 ആകുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y അതൊന്ന് കണ്ടെത്തണം. x 4 ആകുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y നിങ്ങൾക്കറിയാം. അഗൈൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ y സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? ഹൈപ്പോട്ടിനസ് സ്ക്വയർ 25 മൈനസ് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. y ഈക്വൽ ടു എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ എക്സിലുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. പക്ഷേ എക്സ് എന്ന് പറയുന്നത് 4 മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ഈ ലാഡറിന്റെ ലെങ്തും എത്രയാണ് തന്നിരിക്കുന്നത്? 5 മീറ്റർ. അപ്പൊ യൂണിറ്റ് എല്ലാം ഒരുപോലെ ആക്കണം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ എന്താണ്? സെന്റിമീറ്ററിലല്ലേ? അതുകൊണ്ട് ഇതിനെ ഞാൻ സെന്റിമീറ്ററിലോട്ട് മാറ്റുന്നു. അപ്പൊ എക്സ് എന്നുള്ളത് എന്താവും? 4 മീറ്റർ എന്നുള്ളത് 400 സെന്റിമീറ്റർ എന്നാവും. അതേപോലെ y എന്നുള്ളത് എന്താണ്? 3 മീറ്റർ എന്നുള്ളത് 300 സെന്റിമീറ്റർ എന്ന് മാറും. 300 സെന്റിമീറ്റർ. ഓക്കെ. എന്നാണ് കോണിയുടെ ലെങ്ത് എന്താണ്? 500 സെന്റിമീറ്റർ എന്ന് മാറും. ജസ്റ്റ് അത് മനസ്സിലിരുന്നോട്ടെ. ഇത് നേരെ ഇവിടെ വാ. dy/dt ഈക്വൽ ടു എന്താണ്? മൈനസ് x/y. ഈ y ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? ഇൻടു dx/dt. എല്ലാ വാല്യൂസും നമുക്കറിയാം. ഈക്വൽ ടു മൈനസ് x/y. മൈനസ് x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 400 മൈനസ് 400 ബൈ y. y എന്ന് പറഞ്ഞാൽ എന്താണ്? 300 ഇൻടു dx/dt. വാട്ട് ഈസ് dx/dt? 2 ആണെന്ന് നമുക്കറിയാം. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. എന്ത് കിട്ടും? നിങ്ങൾക്കറിയാം. മൈനസ് 8/3 എന്ന് കിട്ടും. എന്താണ് കിട്ടുന്നത്? മൈനസ് 8/3. യൂണിറ്റ് എന്താണ്? സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 8/3 സെന്റിമീറ്റർ വെച്ച് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്. സ്വാഭാവികമല്ലേ? ഇതിങ്ങോട്ട് പുള്ളി ചെയ്യുമ്പോൾ ഈ ഹൈറ്റ് എന്താണ്? താഴോട്ടല്ലേ വരുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? മൈനസ് വന്നത്. ആ താഴെ ഏറ്റത്തിൽ ഇത് കാണാനല്ലേ? നോക്കുക. ക്വസ്റ്റ്യൻ, മറ്റൊരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ. സാൻഡ് ഈസ് pouring from a pipe at the rate of 12 centimeter cube per second. The falling sand forms a cone on the ground in such a way that the height of the cone is always 1/6 of the base radius. How fast is the height of the sand cone increasing when the height is 4 centimeter? കഥ എന്താണെന്ന് മനസ്സിലായോ? ഒരു പൈപ്പിൽ ഞാൻ മണൽ നിറയ്ക്കുന്നു. എന്നിട്ട് എന്താണ്? ആ പൈപ്പ് വഴി എന്താണ്? മണൽ താഴോട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നു. ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്താണ്? മണൽ താഴെ വീഴുന്നു. ഒരു മണലിന്റെ കൂമ്പാരം ഉണ്ടാകുന്നു. അതിന്റെ ഷേപ്പ് എന്താണ്? കോൺ ഷേപ്പ് ആണ് അല്ലേ? നിങ്ങളുടെ ബാല്യകാലത്തൊക്കെ ഈ കളി കളിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? മണൽ എന്താണ്? ഒരു പൈപ്പിലെടുത്ത് ഇങ്ങനെ ഇടുന്നു, കൂമ്പാരം കൂടി വരുന്നു, അപ്പോൾ ഈ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഇനി ഇവിടുത്തെ കഥയിലേക്ക് തിരിച്ചു വരാം. എന്താണ് ഇവിടുത്തെ കഥ? ഈ മണൽക്കൂമ്പാരം ഇങ്ങനെ കൂടി വരുന്നില്ലേ? അതിന്റെ വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഈ മണൽക്കൂമ്പാരത്തിന്റെ വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ്? 12 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് എന്താണ്? ഹൈറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് when the height is 4 centimeter. ഹൈറ്റ് 4 സെന്റിമീറ്റർ ആകുമ്പോൾ ഹൈറ്റിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് എന്താണ്? ഇതാണ് കാണേണ്ടത്.
അതിനുവേണ്ടി ലെറ്റ് വി ബി ദ വോളിയം, എച്ച് ബി ദ ഹൈറ്റ് ആൻഡ് ആർ ഈസ് ദ ബേസ് റേഡിയസ് ഓഫ് ദ കോൺ. ഈ മണക്കുമാരത്തിന്റെ ഷേപ്പ് ഞാൻ ഒരു കോണിക് ഷേപ്പ് ആയിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഈ കോണിന്റെ ഹൈറ്റ് എച്ച്, ബേസ് റേഡിയസ് ആർ എന്ന് കൊടുത്തു, വോളിയം എന്തെന്ന് അസ്യൂം ചെയ്തു, വി എന്ന് അസ്യൂം ചെയ്തു അറ്റ് ടൈം ടി. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം വോളിയം ഓഫ് ദ കോൺ കാണുന്ന ഫോർമുല 10ാം ക്ലാസ്സിൽ പഠിച്ചു. എന്താണ്? അതാ പറഞ്ഞു ആരോ, 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഇതിലെ വോളിയം ഓഫ് ദ കോൺ നിങ്ങൾക്കറിയാം. ഇതിന്റെ ഇടയ്ക്ക് ഒരു കഥ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് ആ കഥ? ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ്, കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് 1/6 ഓഫ് ദ ബേസ് റേഡിയസ്, 1/6 ഓഫ് ദ ബേസ് റേഡിയസ്. അതായത് ഒരു റിലേഷൻ കിട്ടും, കോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6h. എന്താണ് ഇത്? കോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6h ഈക്വൽ ടു എന്ത് കിട്ടും? R എന്ന് കിട്ടും. ഉപകാരപ്പെടും, അവൻ അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, സോ വീണ്ടും തിരിച്ചു വരുന്നു. വോളിയം ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച്. നമുക്ക് കാണേണ്ടത് ഹൈറ്റിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, അതായത് dh/dt ആണ് കാണേണ്ടത്. അതിനുവേണ്ടി എന്ത് തന്നിട്ടുണ്ട്? വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് തന്നിട്ടുണ്ട്, അതായത് dv/dt നമുക്ക് തന്നിട്ടുണ്ട്. വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്താണ്? 12 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്? 4 ആകുമ്പോൾ ഹൈറ്റിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കാണേണ്ടത്. അതിനുവേണ്ടി വോളിയം ഓഫ് ദ കോൺ എന്തായിരുന്നു? V ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ദാറ്റ് ഈസ് V ഈക്വൽ ടു 1/3 പൈ ഇൻറ്റു ആർ സ്ക്വയർ. ആർ ഈക്വൽ ടു എന്താണ്? 6h എന്ന് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 36h സ്ക്വയർ ഇൻറ്റു ഈ എച്ച്. അതുപോലെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ v ഈക്വൽ ടു എന്ത് കിട്ടും? 36/3 12 ഈ പൈ എച്ച് സ്ക്വയറും എച്ചും കൂടെ എന്ത് കിട്ടും? h ക്യൂബ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനായി മാറി. നൗ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി. നിങ്ങൾക്കറിയാം, പറഞ്ഞോ, v യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി, ദാറ്റ് ഈസ് dv/dt ഈക്വൽ ടു 12 പൈ കോൺസ്റ്റന്റ് മാറ്റി വെച്ചു, h ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3h സ്ക്വയർ ഇൻറ്റു എച്ചിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. അത് മറന്നു പോകരുത്, കൊടുത്തു. ഇനി രണ്ട് സൈഡ് നമുക്ക് അറിയാവുന്ന വാല്യൂസ് കൊടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് dv/dt നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, 12 ഈക്വൽ ടു 12 പൈ ഇൻറ്റു 3 ഇൻറ്റു h സ്ക്വയർ. ഹൈറ്റ് എത്രയാണ്? 4 സ്ക്വയർ എന്താണ്? 16 ഇൻറ്റു എന്താണ്? dh/dt. ഈ 12ഉം ഈ 12ഉം ക്യാൻസൽ ചെയ്യാം. രണ്ട് സൈഡ് ഒരേപോലെ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. വി ഹാവ് ടു ഫൈൻഡ്, നമുക്ക് എന്താണ് കാണേണ്ടത്? ഹൈറ്റിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്, ഇതാണ് കാണേണ്ടത്, dh/dt. അത് മാത്രം ഒരു സൈഡ് വെച്ചിരിക്കുക, ബാക്കിയെല്ലാം ഇപ്പുറ സൈഡ് കൊണ്ടുപോവാ. അതായത് dh/dt അവിടെ വെച്ചു, ബാക്കി ഇത് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? 16 ഇൻറ്റു 3 48 പൈ. ലെഫ്റ്റ് സൈഡിൽ 1 ആണ്, അപ്പൊ എന്ത് വരും? 1/48 പൈ എന്ന് വരും. എന്താണ്? 1/48 പൈ. ശരിയല്ലേ? dh/dt ഈക്വൽ ടു 1/48 പൈ. എന്താണ്? ഹൈറ്റ് ആയതുകൊണ്ട് സെന്റിമീറ്റർ പെർ സെക്കൻഡ്. സോ ഹൈറ്റിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് എന്താണ്? 1/48 പൈ സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വലിയ പ്രാധാന്യമൊന്നുമില്ല, പക്ഷെ അറിഞ്ഞിരിക്കണം, അത്രമാത്രം. ക്വസ്റ്റ്യൻ: ദ ടോട്ടൽ റവന്യൂ റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് x യൂണിറ്റ്സ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ഗിവൺ ബൈ r ഓഫ് x ഈക്വൽ ടു 13x സ്ക്വയർ പ്ലസ് 26x പ്ലസ് 15. ഫൈൻഡ് മാർജിനൽ റവന്യൂ വെൻ x ഈക്വൽ ടു 7. ഒരു പ്രോഡക്റ്റിന്റെ സെയിലിന്റെ റവന്യൂ ഫംഗ്ഷൻ ഓഫ് എക്സിൽ തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് മാർജിനൽ റവന്യൂ വെൻ x ഈക്വൽ ടു 7. 7 പ്രോഡക്റ്റ് അല്ലെ, പ്രോഡക്റ്റിന്റെ എണ്ണമാണ് ഫ്രം ദ സെയിൽ ഓഫ് x യൂണിറ്റ്, പ്രോഡക്റ്റിന്റെ എണ്ണമാണ് x വന്നിട്ടുള്ളത്. x 7 ആകുമ്പോൾ റവന്യൂയിൽ ഉണ്ടാകുന്ന മാർജിൻ, ആ മാർജിനൽ റവന്യൂ കാണണം. റവന്യൂയിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് കാണണം. ദാറ്റ് മീൻസ് മാർജിനൽ റവന്യൂ അറ്റ് x ഈക്വൽ ടു 7 എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് dr/dx അറ്റ് x ഈക്വൽ ടു 7. ഈ റവന്യൂയിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു x, അതാണ് മാർജിനൽ റവന്യൂ. ശരിയല്ലേ? കഴിഞ്ഞു. വി ഹാവ് ടു ഫൈൻഡ് എന്താണ്? dr/dx. r ഓഫ് x തന്നിട്ടുണ്ട്, അതിനകത്ത് നിന്ന് dr/dx കാണാൻ വളരെ സിമ്പിൾ അല്ലേ? ഇവന്റെ ഡെറിവേറ്റീവ് 13x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 13 മാറ്റി വെച്ചു, കോൺസ്റ്റന്റ് x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 26x ന്റെ ഡെറിവേറ്റീവ് 26 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു, x ന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് കോൺസ്റ്റന്റ് മാത്രം ഡെറിവേറ്റീവ് 0 ഈക്വൽ ടു എന്ത് കിട്ടി? 26x പ്ലസ് എന്താണ്? 26. Therefore, marginal revenue at x equal to 7 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി പറഞ്ഞു, dr/dx
at x equal to എന്താണ് 7 equal to ഇതിൽ x ന് എന്ത് കൊടുത്താൽ മതി 7 കൊടുത്താൽ മതി 26 into 7 plus 26 equal to സിംപ്ലിഫൈ ചെയ്താൽ 208 rupees എന്ന് കിട്ടും. 208 രൂപയാണ് മാർജിനൽ റവന്യൂ. ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് എല്ലാം എന്തായിരുന്നു? ഇതിന് മുന്നേ ചെയ്തത് ജോമെട്രിക്കലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഐഡിയാസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. ഇതെന്താണ്? ഒരു റിയൽ ലൈഫ് പ്രോബ്ലം വന്നു. അതാണ് ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത. അറ്റ് ദ സെയിം ടൈം ഇതൊരു വ്യത്യസ്തമായ പ്രോബ്ലം ആയതുകൊണ്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വെരി വെരി ഇമ്പോർട്ടന്റ്. ക്വസ്റ്റ്യൻ നേരത്തെ സമാനമായ മറ്റൊരു ക്വസ്റ്റ്യൻ. ദ ടോട്ടൽ കോസ്റ്റ് C of X in rupees associated with the production of X units of an item is C of X equal to 0.007 x cube minus 0.003 x square plus 15x plus 4000. Find marginal cost when 17 units are produced. എന്താണ്? The total cost അത് C എന്ന് തന്നിട്ടുണ്ട്. In the production of എന്താണ്? X units of an item. അല്ലെ, ഒരു ഐറ്റത്തിന്റെ X യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള കോസ്റ്റ് ഫംഗ്ഷൻ ഓഫ് എക്സിൽ തന്നിട്ടുണ്ട്. We have to find marginal cost, that means change in cost when 17 units are produced. എന്ന് പറഞ്ഞാൽ X number of items 17 ആകുമ്പോൾ കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച്. അഗൈൻ നേരത്തെ പറഞ്ഞു മാർജിനൽ റവന്യൂ കാണുന്ന ഫോർമുല R ആണ് റവന്യൂ എങ്കിൽ dr/dx. കോസ്റ്റ് C ആണെങ്കിൽ മാർജിനൽ കോസ്റ്റ് എന്തായിരിക്കും? dc/dx. അത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? C തന്നിട്ടുണ്ട് ഫംഗ്ഷൻ ഓഫ് എക്സിൽ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് dc/dx ഈക്വൽ ടു വെരി സിമ്പിൾ ഡിഫറൻസിയേഷൻ. ടേം ബൈ ടേം ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കോൺസ്റ്റന്റ് മാറ്റി വയ്ക്കുക. പോയിന്റ് എന്തായിരുന്നു? 0.007 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 3x² മൈനസ് 0.003 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് അടുത്ത 15 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു എക്സിന്റെ ഡെറിവേറ്റീവ് 1. ഫൈനലി 4000 കോൺസ്റ്റന്റ് ഉള്ളി അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. സിംപ്ലിഫിക്കേഷനിലേക്ക് ഒന്നും പോകുന്നില്ല, ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് വെൻ എന്താണ്? x equal to 17 is equal to എന്താണ്? dc/dx at x equal to എന്താണ്? 17. അത്രയല്ലേ ഉള്ളൂ. അതായത് തൊട്ട് മേളിൽ സിംപ്ലിഫൈ ചെയ്ത് വെച്ചതിൽ x ന് എന്ത് കൊടുക്കുക? 17 കൊടുക്കുക. സോ ഇത് മൾട്ടിപ്ലൈ ഒക്കെ എഴുതാം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കാൽക്കുലേറ്റർ ഉപയോഗിച്ചോളൂ. ഇൻറ്റു 3 ഇൻറ്റു എക്സ് സ്ക്വയർ 17 സ്ക്വയർ മൈനസ് 0.003 into 2 into x that is 17 plus last എന്ത് കിട്ടും? 15. കാൽക്കുലേറ്റർ എടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക, ആൻസർ കിട്ടിക്കഴിഞ്ഞു. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന പോർഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് വ്യത്യസ്തമായ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. കഴിഞ്ഞ എപ്പിസോഡിൽ 7 പ്രോബ്ലം, ഇന്ന് 7 പ്രോബ്ലം, അങ്ങനെ മൊത്തം 14 പ്രോബ്ലം നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്, ലെങ്തി ആയിട്ടുള്ള പോർഷനാണ്. വളരെ ഭംഗിയായി പഠിക്കൂ. തീർച്ചയായിട്ടും എക്സാമിനേഷൻ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഡേ മറ്റൊരു ആപ്ലിക്കേഷനുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.